ചെറിയൊരു ലാഗ് പോലെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കൊള്ളാം. അപ്പോൾ എന്തായാലും ഹലോ എല്ലാവരും നമസ്കാരം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ സിനിമ ഇന്ന് പോയി കാണാനിടയായി. നമ്മുടെ സാക്ഷാൽ മോഹൻലാലിൻ്റെ വലൈക്കോട്ടെ വാലിബൻ, സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമാനുഷിക കഥാപാത്രം എന്ന നിലയിലാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരിൽ നിന്നും ബലവാനായ ഒരു വാലിബൻ, അതാണ് ഈ കഥയിലെ പ്രമേയം. ഈ സിനിമയിൽ മോഡൽ ലാലേട്ടനെ കൂടാതെ മറ്റ് അഭിനേതാക്കൾ സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, മനോജ് മോസസ്, കഥാനന്ദി, ധനീഷ് സെയ്ത്ത്, മണികണ്ഠൻ ആചാരി, ഹരിപ്രശാന്ത്, സുചിത്ര നായർ, ആൻഡ്രിയ റെവീറ, രാജീവ് പിള്ളൈ, സഞ്ജന ചന്ദ്രൻ, ദീപാലി വാഷിദ, മുരുകൻ മാർട്ടിൻ, ശാന്ത ധനഞ്ജയൻ, ഹരികൃഷ്ണൻ, ദിയാന നസോനവ എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫിയാണ്. ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ് ഇതിൻ്റെ ലിജോയുടെ മുന്നിലത്തെ സിനിമയായ ചുരുളിയിൽ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ചുരുളിയിൽ അത്രമാത്രം ഗംഭീരമായിട്ടാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയിലും സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് മധു നീലകണ്ഠനാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. പിന്നീട് ഇതിൻ്റെ ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി ആണെങ്കിലും ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് PS റഫീഖാണ്. അതുമാത്രമല്ല ഈ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് രതീഷ് ചാമറവട്ടം, സുജിത് സുധാകരനാണ്. വിഷ്വൽ എഫക്റ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. ഒരുപാട് ആനിമേഷനും VFX ഒക്കെ ഒരുപാടുണ്ട്. ഇത് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് വിക്രം മോറാണ്. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ചെറിയ രീതിയിൽ ഒരു ഇഴച്ചിൽ പോലെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫാണ്. അതിമനോഹരമായിട്ടാണ് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് മരുഭൂമിയാണെങ്കിലും അവിടുത്തെ ഓരോ വീടുകളാണെങ്കിലും എല്ലാം ആ രീതിയിൽ തന്നെ നല്ല വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെക്കേണ്ട ഭാഗത്തിൽ ലൈറ്റും വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇഴച്ചിൽ പോലെ തോന്നി. ഇതിൽ എടുത്തു പറയേണ്ടത് മോഹൻലാലിൻ്റെ പേര് തന്നെയാണ് വാലിബൻ. വാലിബൻ എന്ന് വെച്ചാൽ ശക്തമായ ഒരു ഒരു അവതാരം. ആളുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി യുദ്ധം ചെയ്ത് ജയിക്കുക, അവിടുത്തെ ആളാകുക, പിന്നെ അവിടുന്ന് പോവുക, യുദ്ധം ചെയ്യുക, അവിടുത്തെ ആളാകുക. ഇതാണ് ആളുടെ മെയിൻ കഥാപാത്രം. ഇതിൽ മോഹൻലാൽ കഴിഞ്ഞാൽ അടുത്ത വേഷം കൈകാര്യം ചെയ്യുന്നത് ഹരീഷ് പേരടിയാണ്. ഹരീഷ് പേരടിക്ക് ഇതിൽ നല്ലൊരു കഥാപാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ക്ലൈമാക്സ് അത് കാണിക്കുന്നുണ്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ട്. വലിയ മാസ് സിനിമ കാണാൻ വേണ്ടി ആരും പോകേണ്ട ആവശ്യമില്ല. വലിയ മാസ് അല്ല, ക്ലാസ്സാണ്. അപ്പോൾ പണ്ട് കാലത്തെ ഒരു കഥ പോലെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് മാസ് പ്രതീക്ഷിച്ച് പോകണ്ട. നോർമൽ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, എൻജോയ് ചെയ്യാം. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് പോലെ ഉണ്ട്, സെക്കൻഡ് ഹാഫ് കൊള്ളാം. അപ്പോൾ എന്തായാലും സിനിമ കാണേണ്ടവർക്ക് പോയി കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായും പോയി കാണും. കാരണം ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്.